സൂര്യനെ ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ജാതകത്തിൽ ആത്മവിശ്വാസം, അധികാരം, ആരോഗ്യം എന്നിവ നിർണ്ണയിക്കുന്നതിൽ സൂര്യന് വലിയ സ്ഥാനമുണ്ട്. ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ സേനാപതി എന്ന് ചൊവ്വയെ വിളിക്കുന്നു. ഒരാളുടെ ജീവിതത്തിൽ ഊർജം, ധീരത, കർമ്മശേഷി എന്നിവയെ നിയന്ത്രിക്കുന്നത് ചൊവ്വയാണ്. ജ്യോതിഷത്തിൽ വളരെ ശുഭകരമായി കരുതപ്പെടുന്ന ഒരു രാജയോഗമാണ് മംഗളാദിത്യ രാജയോഗം. മംഗളൻ, ആദിത്യൻ എന്നീ രണ്ട് ഗ്രഹങ്ങളുടെ സംയോജനത്തിലൂടെയാണ് ഈ യോഗം ഉണ്ടാകുന്നത്. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ സൂര്യനും ചൊവ്വയും ഒരേ രാശിയിൽ ഒത്തുചേരുമ്പോഴാണ് മംഗളാദിത്യ രാജയോഗം രൂപപ്പെടുന്നത്. അത്തരത്തിൽ ഈ ഫെബ്രുവരി മാസത്തിൽ മംഗളാദിത്യ രാജയോഗം രൂപപ്പെടുന്നു. ഇതിൻ്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ദുഃഖദുരിതങ്ങൾ മാറി, കഷ്ടപ്പാടുകൾ മാറി ഇവരുടെ ജീവിതം സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിച്ചേരുന്നു. ആ നക്ഷത്രക്കാർ ഇവരാണ്: അശ്വതി, ഭരണി, കാർത്തിക. ഈ നക്ഷത്രക്കാർക്ക് ഇവരുടെ എല്ലാ വിധത്തിലുമുള്ള കഷ്ടപ്പാടുകൾ മാറി ജീവിതം മെച്ചപ്പെടും. നിങ്ങൾ വളരെ നാളുകൾ ചെയ്ത കഷ്ടപ്പാടുകൾക്ക്, കഠിനാധ്വാനത്തിന് ഫലം നിങ്ങളെ തേടിയെത്തും. എല്ലാ വിധത്തിലുമുള്ള നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ജോലിയിൽ ഉയർച്ച ഉണ്ടാകും. മത്സര പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നുചേരുന്നു. അടുത്ത നക്ഷത്രം മകയിരം, തിരുവാതിര, പുണർദം. ഈ നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹങ്ങളുടെ സംയോജനം വളരെ മികച്ച നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ബിസിനസ് മേഖലയിലുള്ളവർക്ക് പുരോഗതി, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് മികച്ച സമയമാണ്. മികച്ച തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതാണ്. സമൂഹത്തിൽ പ്രശസ്തി, അംഗീകാരം എന്നിവ നിങ്ങളെ തേടിയെത്തുന്നു. അപ്രതീക്ഷിതമായ പല ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഈ സമയം നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നു. അടുത്ത നക്ഷത്രം മകം, പൂരം, ഉത്രം. ഈ നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ പ്രശസ്തി, അംഗീകാരം എന്നിവ ഉണ്ടാകുന്നു. വളരെ കാലമായി മുടങ്ങിക്കിടന്ന പല പദ്ധതികളും നടപ്പിലാക്കാൻ സാധിക്കുന്നു. വരുമാനം ഇരട്ടിയാകുന്ന സമയമാണ്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നു. സർക്കാർ സർവീസിലുള്ളവർക്ക് മികച്ച നേട്ടം, സ്ഥാനക്കയറ്റം എന്നിവ ഉണ്ടാകുന്നു. കൂടുതൽ ഉത്തരവാദിത്തമുള്ള സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്നു. കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെ തേടിയെത്തുന്നു. അടുത്ത നക്ഷത്രം ചിത്തിര, ചോതി, വിശാഖം. ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നില വളരെയധികം മെച്ചപ്പെടുന്നു. ജോലിസ്ഥലത്ത് വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ജീവിതത്തിലുണ്ടായിരുന്ന ദുഃഖദുരിതങ്ങൾക്ക് ശമനമുണ്ടാകുന്നു. ആരോഗ്യനില മെച്ചപ്പെടുന്നു. മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കുന്നു. സൂര്യദോഷ പരിഹാരങ്ങൾക്കായി ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുക. ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുക. സൂര്യോദയ സമയത്ത് സൂര്യ നമസ്കാരം ചെയ്യുന്നതും ഉത്തമമാണ്.